എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. സാധാരണ ചിക്കൻ കറി നമ്മൾ ആദ്യം ഉള്ളി വഴറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ വേറെ രീതിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഈ ചിക്കൻ കറി ഒരു കുറുകിയ ചാറോടുകൂടി നമ്മൾക്ക് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. അതിനായി കുക്കർ വെച്ചിട്ട് ഒരു 4 സവാള ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. അതിനായി ഒരു ഇരുമ്പ് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കടുക് ഇട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അതൊരു ബ്രൗൺ നിറമാകുന്ന വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു വെള്ളം പറ്റി വരുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയൊരു ബ്രൗൺ നിറമാവണം. ഇങ്ങനെ ഈ ഉള്ളി ഇങ്ങനെ വഴറ്റിയിടുമ്പോൾ നമുക്ക് നല്ല ഒരു കുറുകിയ ചാറോട് കൂടിയ ഒരു കറി നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് 2 തക്കാളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. എരിവ് വേണ്ടുന്നവർക്ക് മറ്റേ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇനി ഗരം മസാല ഒരു 2 സ്പൂണ്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചത് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വേവിച്ചു കൊടുക്കാം. ഇപ്പോൾ അത് കുറച്ച് വെള്ളമൊക്കെ പറ്റി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറിയാണ്. ഇവിടെ ഇപ്പം ഞാൻ ഇച്ചിരി പറ്റിച്ചാണ് ഈ ചിക്കൻ കറി എടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ചാറായിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ വളരെ രുചികരമാണ്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റുന്നതാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു പ്രാവശ്യമെങ്കിലും. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം.